ചോദിക്കുന്നു ജോൺ സാറിനോട് ചോദിക്കുന്നു. നമുക്ക് ഷുഗർ ഇപ്പൊ വന്നിട്ട് ശരിക്കും എത്ര കൊല്ലായിട്ടുണ്ട്? 6 കൊല്ലം എന്റെ ഷുഗറിന് വന്നിട്ട് വന്ന് തുടങ്ങിയിട്ട്. ഞാനിപ്പോ ആദ്യം ഗുളിക ഉപയോഗിച്ചു, പിന്നെ ഇപ്പൊ എനിക്ക് കുറച്ചു നേരം സേഫ്റ്റി എന്ന് തോന്നിട്ട് ഞാൻ ഇൻസുലിൻ ഉപയോഗിക്കുന്നു. അപ്പൊ ജോൺ സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ നമ്മുടെ മുഖം കണ്ടു, നമ്മുടെ സാമുദ്രിക ലക്ഷണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ, മുഖത്തിന്റെ കാര്യങ്ങളും ബോഡിയുടെ ഒക്കെ മനസ്സിലാക്കി. 2-3 ചോദ്യം ചോദിക്കുക. വെയിറ്റ് എത്രയുണ്ട് ഇപ്പോ? ഞാനൊരു 73 കിലോ ഉണ്ട്. 73. ഓക്കെ. എത്ര ഹൈറ്റ്? 5'5". 5'5". ഓക്കെ. നമ്മുടെ ചെസ്റ്റ് അളവ് ഏകദേശം എത്രയാ? ചെസ്റ്റ് അളവ് 35 റേഞ്ച്. മനസ്സിലായി. ഫ്രെയിമിന്റെ അളവ് അല്ലേ? നമ്മളെ വയറ് എത്രയുണ്ട്? വയറ് 40 ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ഏതൊരു മനുഷ്യൻ, നമ്മള് ചെറുപ്പകാലത്ത് മനുഷ്യനെ നോക്കി, നമ്മൾ സ്കൂളിൽ പോണ ആൺപിള്ളേരെ പെൺപിള്ളേരെയൊക്കെ നോക്കിയാലേ എപ്പോഴും അവരെ കാണുമ്പോ ഉന്തിയ നെഞ്ച് ഒട്ടിയ വയറ്. നമ്മള് ഒരു 14, 15, 18 വയസ്സുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും വാച്ച് ചെയ്ത് അറിയാം. ഉന്തിയ നെഞ്ചായിരിക്കും പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും, ഒട്ടിയ വയറായിരിക്കും. സ്പോർട്സ് താരങ്ങളൊക്കെ നോക്കി വാച്ച് ചെയ്ത് അറിയാം. ഇപ്പോഴും ഇവിടെ റൊണാൾഡോ പോലെയുള്ള സ്പോർട്സ് താരങ്ങൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന നോക്കി അങ്ങനെയാണ്. പക്ഷെ നമ്മള് ഒരു പ്രായം കഴിഞ്ഞു വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്തിയ നെഞ്ചിന് പകരം ഒട്ടിയ നെഞ്ചും ഉന്തിയ വയറാവും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഉന്തിയ വയറ് വരുമ്പോ നമ്മുടെ ഈ പാൻക്രിയാസിന്റെ ചുറ്റും ഫാറ്റ് വരാന്ന് പറയും. ഈ ഫാറ്റ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻക്രിയാസിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഫാറ്റ് കയറി തുടങ്ങി നമുക്ക് മസിൽ വരും. നമ്മുടെ കൈക്ക്, കാലിന്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് മസിൽ ഉണ്ടാവും. ഈ മസിലിന്റെ മുകളിൽ ഫാറ്റ് വരാണ്. നിങ്ങളുടെ ഈ ബോഡിയുടെ വെയിറ്റും ഈ തൂക്കം വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 12 അല്ലെങ്കിൽ ഒരു 15 കിലോ വരെ നിങ്ങളുടെ ബോഡിന്ന് ഫാറ്റ് പോകണം. കാരണം നിങ്ങളുടെ ഫ്രെയിം ഈ ഇവിടുത്തെ ഫ്രെയിം അല്ലേ 35 പറഞ്ഞു. ആ ഫ്രെയിമിന്റെ ഇത് വെച്ചിട്ട് നിങ്ങളുടെ വയറ് മാക്സിമം 32 നിൽക്കാൻ പാടുള്ളൂ. 35 ഇവിടുത്തെ ഫ്രെയിം ആണെങ്കിലേ 32ന്റെ മുകളിൽ കയറാൻ പാടില്ല. അപ്പൊ ഇത് 40. അപ്പൊ 8 ഇഞ്ച് വയറിന്റെ അവിടെ കൂടുതലാണ്. അപ്പൊ 8 ഇഞ്ച് കൂടുന്ന കഴിഞ്ഞാൽ അത്രയും ഒരു 8 കിലോ ഫാറ്റ് അവിടെ കയറി എടുക്കാണ്. അപ്പൊ ഈ ഫാറ്റ് പോണെങ്കിൽ നിങ്ങൾ പറഞ്ഞു നടക്കേണ്ട എക്സസൈസും കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണ ക്രമീകരണം കൂടി സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് സഡൻ ആയിട്ട് കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ വേനൽക്കാലൊക്കെ അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിക്ക് കാലത്ത് നമ്മൾ കരിക്ക് കഴിക്കുക, മോര് കഴിക്കുക, തണ്ണിമത്തം കഴിക്കുക, പച്ചപ്പഴം റോബസ്റ്റ് കഴിക്കുക, പിന്നെ മുട്ട, മോര്, കരിക്ക്, പിന്നെ റോബസ്റ്റ്, പച്ചപ്പഴം, പിന്നെ പഴങ്ങൾ മുഴുവനും പഴുക്കാത്ത പച്ചപ്പഴങ്ങൾ നമ്മൾ കഴിക്കുക. പഴുക്കാത്ത പച്ചപ്പഴങ്ങള്, അതന്നെ കറിയുള്ള പഴം, കറ വേണം, ഇങ്ങനത്തെ പഴങ്ങൾ കഴിക്കുക. പിന്നെ നമ്മൾ ചാറ് കഴിക്കാതിരിക്കുക. ഇറച്ചി കഴിക്കാം, മീൻ കഴിക്കാം, മുട്ട കഴിക്കാം, പാല് കഴിക്കാം, പക്ഷെ ഗ്രേവി കഴിക്കരുത്. കാരണം ഇറച്ചിയുടെ ഗ്രേവി, മീനിന്റെ ഗ്രേവി, ചിക്കനും അതുപോലെ ബീഫ്, മീനൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ ഗ്രേവി കഴിക്കാൻ പാടില്ല. കഷ്ണങ്ങൾ മാത്രം കഴിക്കുക. കാരണം എന്താ വെച്ചാൽ എരു, ഉപ്പ്, പുളി, എണ്ണ, ഈ സാധനം ചെല്ലുമ്പോൾ നമുക്ക് വിശപ്പ് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തോന്നും. നിലവിൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഓൾറെഡി ഉണ്ടെന്ന്. അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുന്നു. അപ്പൊ നമ്മള് ഈ എരു, ഉപ്പ്, പുളി, എണ്ണ, വറുത്തത്, പൊരിച്ചത്, ഈ വക സാധനങ്ങൾ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കയറില്ലേ. അതുകൊണ്ട് നമ്മൾ ഇറച്ചി കഴിച്ചു ഇഷ്ടം പോലെ കഴിച്ചു. 2 കിലോ കോഴിയോ 3 കിലോ കോഴിയോ 3 കിലോ ബീഫൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗ്രേവി കഴിക്കരുത്, കാച്ചാത്ത് കഴിക്കുക. അപ്പൊ സാറേ ഒരു സംശയം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാറേ, നമ്മളിപ്പോ അതിന് പ്രതിവിധി ഇപ്പൊ നമ്മള് ഗ്രേവി കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതിന് നമ്മള് പിന്നെ വേറെ എന്ത് സോഴ്സ് കണ്ടെത്തണം? നമ്മള് അല്ല, ഗ്രേവി കഴിക്കാതെ ഇത് കഴിക്കുമ്പോ എന്താണെന്ന് പറയാം, നമ്മൾ കഴിച്ചത് പെട്ടെന്ന് ദഹിച്ച് അത് എന്താ പറയാ ദേഹത്ത് കയറി പിടിക്കും. നമ്മൾ ചാറ് ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ അത് ഇതാവുന്നു, ദഹനപ്രക്രിയ കയറി വരുന്നു. പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകളെ വേഗം ഷുഗർ കയറി ബോഡിയിൽ വരിക എന്നുള്ളതാണ് പ്രശ്നം. ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അല്ല, അപ്പൊ ഷുഗർ പെട്ടെന്ന് കയറി വരാതിരിക്കാനാണ് ഈ പറയുന്നത്. അപ്പൊ പരമാവധി നമ്മൾ ഗ്രേവി ചെന്നില്ലെങ്കിൽ പെട്ടെന്ന് കയറി. നമ്മൾ പച്ചച്ചോറ് തിന്നാന്ന് വെച്ചു, പച്ചച്ചോറ് നമ്മൾ എന്തോരം കഴിക്കും?
പച്ചച്ചോറ്. പച്ചച്ചോറ് കഴിക്കുന്ന ആളാണെങ്കിലേ അവന് വിശക്കൂല, അധികം അവൻ തിന്നൂല. ചപ്പാത്തി തന്നെ തിന്നാണ്, ഗ്രേവി ഇല്ലെങ്കിൽ എന്തുണ്ടാവും, അവൻ തിന്നില്ലേ, കുറച്ച് തിന്നുള്ളൂ. അല്ല ചിക്കൻ ഗ്രേവി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവൻ 2 കഷ്ണം തിന്നുള്ളൂ. അല്ലെ ബീഫ് ചിലപ്പോ ഗ്രേവി ഇല്ലെങ്കിലും, മീൻകറി ഗ്രേവി ഇല്ലെങ്കിലും നമ്മൾ കഷ്ണം മാത്രമാണെങ്കിലും വല്ലാണ്ട് കഴിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഗ്രേവി ഫുള്ളായിട്ട് ഒഴിവാക്കുക. അപ്പൊ നമ്മള് ഗ്രേവി ഇല്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ വിശപ്പ് വരുന്നത് കുറയും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ പച്ചപ്പഴങ്ങള്, ഈ തണ്ണിമത്തൻ, അതുപോലെ സീസൺ നമ്മൾ ഫ്രൂട്ട്സ് 1 കിലോ ഫ്രൂട്ട്സ് കഴിച്ചു, നമുക്ക് അതിൽ ഷുഗർ, ഡയറക്റ്റ് ഷുഗർ അല്ല ഉള്ളത്, നമുക്ക് ശരീരത്തിൽ അധികം കേറില്ലാണ്. കാരണം മറ്റെല്ലാ ലവണങ്ങള്, ധാതുക്കള് മൂലകങ്ങളായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഏൽക്കില്ല. ഇങ്ങനെ നമ്മൾ ഒരു 6-7 വെയിറ്റ് കുറയാന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ കുറയാൻ പാടില്ല. നമ്മൾ ഭക്ഷണം, നമ്മളിപ്പോ എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ മസില്, കാലിന്റെ മസില്, കൈന്റെ മസിലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ബോഡിയിലേക്ക് പെട്ടെന്ന് കയറില്ല. അപ്പൊ നമ്മൾ ഫാറ്റ് ബോഡിയിൽ നിന്ന് ഫുള്ളായിട്ട് പോയാലും മസില് നഷ്ടപ്പെടാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നുള്ള അർത്ഥം. നമ്മൾ നിലവിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് മാത്രമേ ബോഡിയിൽ നിന്ന് പോകാൻ പാടുള്ളൂ, മസിൽസ് പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ ലവണങ്ങൾ, ധാതുക്കൾ, സാധനങ്ങൾ കഴിക്കുക. നമ്മളിപ്പോ 2 അണ്ടിപ്പരിപ്പ് കഴിക്കുക, 2 ബദാം കഴിക്കുക, 2 ഈത്തപ്പഴം കഴിക്കാം, പഴങ്ങൾ കഴിക്കാം. അപ്പൊ ഈ ഈത്തപ്പഴത്തില് കണ്ടമാനം കണ്ടന്റ് ഉണ്ടാവില്ലേ ഷുഗർ? നമ്മളെ ചോറ് തിന്നു, മറ്റെല്ലാ സാധനങ്ങളും തിന്നിട്ട് ഈത്തപ്പഴം തിന്നുമ്പോഴാണ് കുഴപ്പം. നമ്മള് രാവിലെ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ 2 മണി ഈത്തപ്പഴം, 2 അണ്ടിപ്പരിപ്പ്, 2 ബദാം തിന്നിട്ട് എക്സസൈസ് ചെയ്ത ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മള് ചോറ് തിന്ന് വയറ് നിറച്ച് തിന്നിട്ട് പിന്നെ ഈത്തപ്പഴം തിന്നാലോ, ചോറ് തിന്ന് വലിയ ഫുഡ് അടിച്ചിട്ട് ഐസ്ക്രീം കഴിച്ചാലോ, ചോറ് തിന്ന് എല്ലാം കഴിച്ചിട്ട് പിന്നെ മറ്റേ മധുരം കഴിച്ചാലോ. നമ്മള് രാവിലെ ഏറ്റവും മധുരം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്ത ബോഡിക്ക് ഏൽക്കില്ല. നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം, പക്ഷെ കഴിക്കുമ്പോ നമ്മൾ ഈ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊരു സംശയമുള്ള കേട്ടോ. പിന്നെ ഇപ്പൊ ന്യൂജൻ ആൾക്കാരല്ലേ ഇപ്പൊ നമ്മുടെ യുവങ്ങളൊക്കെ, യുവതലമുറകളൊക്കെ. അപ്പൊ സാറിന് അവരോട് പറയാനുള്ള എക്സസൈസ് എന്തുട്ടാന്ന് ഈ ഷുഗറിന് വേണ്ടിട്ട് പ്രത്യേകം ഒരു എക്സസൈസ് നമ്മളെ കാലില്ലേ, കാലിന്റെ മുട്ടിന് കീഴിലുള്ള ഹാഫ് മസില്, തൊട, അരക്ക് കീഴ്പോട്ടുള്ള ഭാഗം. നമ്മൾ ഏതൊരു വൃക്ഷത്തിന്റെയും വളർച്ച നോക്കുമ്പോ കടബലം ഉണ്ടാവണം. അപ്പൊ കാലിന്റെ മസിലാണ് പ്രധാനം. നമ്മൾ ഈ സ്പോർട്സ് താരങ്ങൾ നോക്കി അറിയാം, ധോണി അല്ലെങ്കിൽ റൊണാൾഡോ, മെസ്സി, ഇപ്പൊ ഭയങ്കര സ്പോർട്സ് 40 വയസ്സൊക്കെ ആയാലും അവരുടെ കാല് ഭയങ്കര സ്ട്രോങ് ആണ്. പന്ത് കളിക്കാരെ വാച്ച് ചെയ്ത് അറിയാം. അപ്പൊ എപ്പോഴും സ്പോർട്സ് താരങ്ങളെ നമ്മൾ വാച്ച് ചെയ്ത് അവരെ ബോഡി അവർക്ക് അധികം ഉണ്ടാവില്ല, പക്ഷെ കാല് നല്ല സ്ട്രോങ് ആയിരിക്കും. അതിനർത്ഥം കാലിന്റെ ബലമാണ് പ്രധാനം. അപ്പൊ പിന്നീട് വരുന്ന ഫാറ്റിനെ നമ്മൾ കളഞ്ഞാലും ഈ ഇത് കാല് അതന്നെ. അപ്പൊ നമുക്ക് ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ശക്തി കുറയില്ല. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുമ്പോ എപ്പോഴും അരക്ക് കീഴ്പോട്ടുള്ള ഭാഗത്തിന് സ്ട്രെങ്ത് വരാണ്ട് നോക്കണം. നമ്മളൊരു വൃക്ഷാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും പ്രായം വരുമ്പോ തടി കൂടുന്നു. അപ്പൊ കടബലം ഇല്ല എന്നുണ്ടെങ്കിൽ പോക്കാം. അപ്പൊ അതിനു വേണ്ടി പരിസ്ഥിതി എന്തെങ്കിലും സംശയം ഇത്രയും വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞ ജോൺസേട്ടനോട് വളരെ താങ്ക്സ്. ഇതിലേ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ശക്തി, നമ്മുടെ ചിന്തയുടെ ശക്തി നമ്മുടെ ബോഡിക്ക് വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഭക്ഷണം കഴിക്കരുത്. എന്ത് സാധനം നമ്മൾ ടേസ്റ്റ് നോക്കാം, പക്ഷെ നമ്മള് ഇത് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ നോക്കിയിട്ട് കഴിക്കുക. കാരണം നമ്മുടെ ശരീരത്തിന് ഉപയോഗമില്ലാത്ത, നമ്മുടെ ഇത് കഴിച്ചിട്ട് ശരീരത്തിന് ടേസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാവിന് 1.5 ഇഞ്ചാണ് ഈ ടേസ്റ്റ് ഉള്ളൂ. ഉള്ളിലേക്ക് ഇറങ്ങി പോയ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പൊ നമ്മള് ടേസ്റ്റ് നോക്കാതെ ഇത് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ നോക്കുക. അത്തരം സാധനങ്ങൾ മാത്രം കഴിക്കുന്ന രീതിയിൽ വരിക. ടേസ്റ്റ് തന്നെ എങ്ങനെയാ, എരിവ്, ഉപ്പ്, പുളി, എണ്ണ, ഇത് ചേരുമ്പോ ടേസ്റ്റ് ആണ്. അപ്പൊ എണ്ണ മനസ്സിലായില്ലേ? അപ്പൊ ടേസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് ഇത് കഴിച്ച സാധനം കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടോ നോക്കിയിട്ട് കഴിക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് ഗുളിയും മരുന്നൊക്കെ കുറച്ച് കൂട്ടാതെ കൊണ്ടുവരാൻ പറ്റും. കൂടുതല് നമ്മള് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കണം. അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല അങ്ങനെയല്ല, അതല്ല നമ്മള് എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മസില് കുറയില്ല, മസിൽസ്. കാരണം നമ്മൾ ഫാറ്റ് പല ആളുകളെയും ബോഡി, ചില ആളുകൾ എക്സസൈസും കാര്യം ചെയ്യുമ്പോഴേ മസിൽ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ട് വയറ് മാത്രം അവിടെ നിൽക്കും, ഫാറ്റ് മാത്രം ബോഡിയിൽ വെക്കുന്നു. അപ്പോ ഈ മസില് പോവാതെ
ഫാറ്റ് പോകണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ചെറിയ തോതിൽ എന്തെങ്കിലും കഴിച്ചിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യണമെങ്കിൽ ഫാറ്റ് പോകും. എന്നാൽ പ്രോട്ടീനുള്ള ഭക്ഷണം ഇപ്പൊ മുട്ടയുടെ വെള്ളം കഴിച്ചു അല്ലെങ്കിൽ അതാണ് 2 അണ്ടിയും ബദാമൊക്കെ കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തോളം കുഴപ്പമില്ല. കാരണം മസിൽ പോവാതിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായി വല്ല സംശയം ഉണ്ടോ? ഇല്ല സാറേ, വളരെ താങ്ക്സ് ഉണ്ട് വിലയേറിയ വാക്കുകൾക്ക്. താങ്ക് യു ജോൺ ചേട്ടാ. ശരി.